ലെറ്റ് സ്റ്റഡി ടുഗദറിൻ്റെ 1000 ക്വസ്റ്റ്യൻസ് PDF-ൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കാം. QA എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? QA എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? എന്താണ് പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം അല്ലേ? ആൻസർ ക്വാളിറ്റി അഷ്വറൻസ് ആണ്. ക്വാളിറ്റി അഷ്വറൻസ് ആണ് QA എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി എന്താണെന്ന് നോക്കാം നമുക്ക്. ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉപഭോക്താവിൻ്റെ, അതായത് കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡുകൾക്കും അനുസരിച്ചിട്ടാണോ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾക്കും ആ പ്രോഡക്റ്റിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡുകൾക്കും അനുസരിച്ചിട്ടാണോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ ഉറപ്പ് നൽകൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു പ്രോഡക്റ്റിന് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം തുടക്കം മുതൽ, അത് പ്രൊഡക്ഷൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ പ്ലാൻഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെയും ചേർത്തിട്ടാണ് നമ്മൾ ക്വാളിറ്റി അഷ്വറൻസിൽ പറയുന്നത്. ഇനി ഗാർമെൻറ്റ് ഫാക്ടറിയിൽ നമ്മൾ ഒരു വസ്ത്രം നിർമ്മിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നല്ല നിലവാരമുള്ള, നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ ശരിയായ പാറ്റേൺ ഉപയോഗിക്കുക, മെഷീൻ ശരിയായി സെറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡുകൾ പാലിക്കുക എന്നിവയെല്ലാമാണ് ക്വാളിറ്റി അഷ്വറൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി അഷ്വറൻസിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഡിഫക്റ്റ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അത് തടയുക, അല്ലെങ്കിൽ അതൊരു ഡിഫക്റ്റ് ഉണ്ടായതിന് ശേഷം അതിനെ ശരിയാക്കുകയല്ല, ഡിഫക്റ്റ് ഉണ്ടാവുന്നതിന് മുന്നേ അത് തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി അഷ്വറൻസും ക്വാളിറ്റി കൺട്രോളും ഒരുപോലെയല്ല, ഒന്നല്ല. അതായത് ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് ഡിഫക്റ്റ് വരാതിരിക്കാൻ മുൻകൂട്ടി സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയാണ് നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്. ക്വാളിറ്റി കൺട്രോൾ അഥവാ QC എന്ന് പറയുന്നത് ഉൽപ്പന്നം തയ്യാറായ ശേഷം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഇടയിൽ, നിർമ്മാണത്തിനിടയിൽ പരിശോധന നടത്തി ഡിഫക്റ്റ് കണ്ടെത്തുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ക്വാളിറ്റി അഷ്വറൻസ് പറഞ്ഞാൽ ഡിഫക്റ്റ് വരാതിരിക്കാൻ നമ്മൾ മുൻകൂട്ടി സ്വീകരിക്കുന്ന എല്ലാ നടപടികളുമാണ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പന്നം തയ്യാറായ ശേഷം അല്ലെങ്കിൽ നിർമ്മാണത്തിനിടയിൽ പരിശോധന നടത്തി ഡിഫക്റ്റ് കണ്ടെത്തുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ അഥവാ QC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. FQC എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? FQC എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? FQC എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാബ്രിക് ക്വാളിറ്റി കൺട്രോൾ. ഫാബ്രിക് ക്വാളിറ്റി കൺട്രോൾ. ഫാബ്രിക് ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫാബ്രിക് എന്താണെന്ന് അറിയാം അല്ലേ? ഫാബ്രിക് എന്നാൽ തുണി അല്ലെങ്കിൽ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാബ്രിക്. ക്വാളിറ്റി എന്നാൽ ഗുണനിലവാരം. കൺട്രോൾ എന്നാൽ എന്താണ്? നിയന്ത്രിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുകയും ചെയ്യുന്നതിനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫാബ്രിക് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാബ്രിക്കിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുകയും അതുപോലെ തന്നെ അതിനാവശ്യമായ നിലവാരം ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ഫാബ്രിക് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു ഗാർമെൻറ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഗാർമെൻറ് നിർമ്മാണ സ്ഥാപനത്തിൽ ഫാബ്രിക് നേരിട്ട് കട്ടിംഗ് വിഭാഗത്തിലേക്ക് അയക്കില്ല. അതായത് ആദ്യം ക്വാളിറ്റി വിഭാഗം ഫാബ്രിക് പരിശോധിക്കും. അതായത് ഫാബ്രിക്കിൽ ഇപ്പം ചെറിയ ചെറിയ ഡിഫക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ വസ്ത്രത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വാളിറ്റീനെ അത് ബാധിക്കും അല്ലേ? അതായത് ഗുണനിലവാരത്തിനെ ബാധിക്കും. അതുകൊണ്ട് ഫാബ്രിക് ക്വാളിറ്റി കൺട്രോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗാർമെൻറ് കൺസ്ട്രക്ഷനിൽ. ഇനി ഫാബ്രിക് ക്വാളിറ്റി കൺട്രോൾ സമയത്ത് സാധാരണയായിട്ട് പരിശോധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. ഫാബ്രിക്കിൽ നിറവ്യത്യാസം ഉണ്ടോ എന്ന് നോക്കും. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള നിറം തന്നെയാണോ? നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ നിറം പറഞ്ഞു കൊടുക്കുമല്ലോ, ആ കളറ് തന്നെയാണോ? അതുപോലെ വീവിങ്ങിൽ ഡിഫക്റ്റ് ഉണ്ടോ? നെയ്ത്തിൽ ഡിഫക്റ്റ് ഉണ്ടോ? ചെറിയ ഹോൾസോ ടിയറോ സ്ലബ് ഫ്ലോട്ടിങ് അതുപോലെയുള്ള ഡിഫക്ട്സ് ഉണ്ടോ? അളവും വീതിയും ശരിയാണോ? ഷെയ്ഡ് വേരിയേഷൻ ഉണ്ടോ? അതുപോലെ തന്നെ ഫാബ്രിക് ഒരു റോള് മുഴുവനും ഒരേ നിലവാരത്തിലാണോ? ഇടയ്ക്ക് വീതി കുറഞ്ഞ് വീതി കൂടി അങ്ങനെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ? അങ്ങനെ ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് ഫാബ്രിക് കട്ടിംഗ് വിഭാഗത്തിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഇതാണ് ഫാബ്രിക് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ. NMS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? NMS എന്നതിൻ്റെ പൂർണ്ണരൂപം ഫുൾ ഫോം എന്താണ്? നാഷണൽ മെഷർമെൻറ്റ് സിസ്റ്റം.
NMS എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? നാഷണൽ മെഷർമെൻറ്റ് സിസ്റ്റം. നാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ മെഷർമെൻറ്റ് അളവെടുപ്പ് സിസ്റ്റം സംവിധാനം. അപ്പോൾ എന്താണ് നാഷണൽ മെഷർമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്ന അളവെടുപ്പ് രീതിയിൽ കൃത്യവും അതുപോലെ തന്നെ പെർഫെക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള അതുപോലെ വിശ്വസനീയവുമാക്കുന്നതിനുള്ള ദേശീയ സംവിധാനം. അപ്പോൾ ടെക്സ്റ്റൈൽ, ഗാർമെൻറ്റ്, ഫാഷൻ ഡിസൈനിങ് മേഖലകളിൽ കൃത്യമായ അളവുകൾക്ക് വളരെ പ്രധാനമുണ്ട് അല്ലേ, വളരെ വലിയ പ്രാധാന്യമുണ്ട് ടെക്സ്റ്റൈൽ, ഗാർമെൻറ്റ്, ഫാഷൻ ഡിസൈനിങ് മേഖലകളിൽ. ഇപ്പോൾ ഒരു വസ്ത്രത്തിൻ്റെ നെഞ്ചളവ്, അരക്കെട്ട് നീളം, സ്ലീവിൻ്റെ നീളം, അതുപോലെ ഫാബ്രിക്കിൻ്റെ വീതി, ഭാരം എന്നിവയൊക്കെ സ്റ്റാൻഡേർഡ് അളവ് പ്രകാരം തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഓരോ സ്ഥാപനവും ഓരോ രീതിയിൽ അളവെടുത്താൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലും ഫിറ്റിങ്ങിലും വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് നമുക്ക് വേണം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ മെഷർമെൻറ്റ് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് രാജ്യത്ത് ഉപയോഗിക്കുന്ന അളവുകൾ അതുപോലെ തന്നെ അവയുടെ സ്റ്റാൻഡേർഡുകളും ഏകീകരിക്കാൻ, അതായത് ഒരുപോലെ അളവെടുത്ത് ഉപകരണങ്ങളുടെ കൃത്യത ഉറപ്പാക്കുന്ന ചെയ്യുന്ന പ്രക്രിയയാണ് ഈ സംവിധാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു ഫാക്ടറിയിൽ 1 മീറ്റർ ടേപ്പ് ഉപയോഗിച്ച് അളന്ന 1 മീറ്റർ തുണിയും മറ്റൊരു ഫാക്ടറിയിൽ 1 മീറ്റർ ടേപ്പ് വെച്ച് അളന്ന ഒരു തുണിയും ഒരേ അളവായിരിക്കണം. അതുപോലെ തന്നെ 1 കിലോഗ്രാം ഭാരം എവിടെ അളന്നാലും ഒരേ മൂല്യമായിരിക്കണം. ഇങ്ങനെ ഏകീകരിക്കുന്നതിനെയാണ് നമ്മൾ നാഷണൽ മെഷർമെൻറ്റ് സിസ്റ്റം കൊണ്ട് ഉറപ്പാക്കുന്നത്. അപ്പോൾ ഗാർമെൻറ്റ് വ്യവസായത്തിൽ ഈ സംവിധാനം വളരെ പ്രധാനമാണ്. കാരണം ചെറിയൊരു അളവ് പിഴവ് പോലും ഒരു വസ്ത്രത്തിൻ്റെ ഫിറ്റിങ്ങിനെ പൂർണ്ണമായും മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ്, ഗ്രേഡിംഗ്, കട്ടിംഗ്, ഗുണനിലവാര പരിശോധന എന്നിവിടെ ഉള്ളിടത്തെല്ലാം നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവുകൾ ഉപയോഗിക്കുന്നത് നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 29ാമത്തെ. സ്പെസിഫിക്കേഷൻ പാലിക്കുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? ക്വാളിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ആദ്യം സ്പെസിഫിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം എങ്ങനെ ആയിരിക്കണം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള എല്ലാ സാങ്കേതിക വിവരങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങളെയും ചേർത്താണ് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വസ്ത്രത്തിൻ്റെ അളവുകൾ, ഉപയോഗിക്കേണ്ട ഫാബ്രിക്കിൻ്റെ തരം, നിറം, അതുപോലെ അതിൻ്റെ സ്റ്റിച്ചിങ് രീതി, സീം അലവൻസ്, ട്രിംസ്, ബട്ടൺസ്, സിപ്പർ, ലേബൽ, ഫിനിഷിംഗ് ഇവയെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ സ്പെസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് ഒരു ഗാർമെൻറ്റ് നിർമ്മാണ സ്ഥാപനത്തിന് ഇപ്പോൾ ഒരു വിദേശ കമ്പനി ഒരു 1000 ഷർട്ടുകളുടെ ഓർഡർ കൊടുക്കുകയാണെന്ന് കരുതുക. ആ കമ്പനി ഓരോ ഷർട്ടിനും 100% കോട്ടൺ ഫാബ്രിക് വേണം, സ്ലീവ് ഒരു 25 ഇഞ്ച് നീളം വേണം, കോളറിൻ്റെ ആകൃതി ഇങ്ങനെ വേണം, ബട്ടണിൻ്റെ നിറം ഇങ്ങനെ വെള്ളയായിരിക്കണം, അങ്ങനെ എന്നിങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ നൽകിയില്ലേ. ഈ നിർദ്ദേശങ്ങളെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, അതായത് ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിച്ചാൽ അതിലൂടെ എന്താണ് നമുക്ക് കിട്ടുന്നത്? ക്വാളിറ്റി അല്ലേ, ആ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കാരണം ഉപഭോക്താവ് ആവശ്യപ്പെട്ട എല്ലാ നിലവാരങ്ങളും കൃത്യമായി പാലിച്ചിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത്. അതേസമയം സ്പെസിഫിക്കേഷൻ പാലിച്ചത് കൊണ്ട് ക്വാണ്ടിറ്റി കൂടുന്നോ അല്ലെങ്കിൽ പ്രൈസ് നിശ്ചയിക്കപ്പെടുന്നോ ടൈം മാത്രം സൂചിപ്പിക്കുന്നില്ല. അതായത് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം, ക്വാണ്ടിറ്റി, പ്രൈസ്, ടൈം ഇതൊന്നും അല്ല അവിടെ നോക്കുന്നത്. എന്താണ് സ്പെസിഫിക്കേഷൻ പ്രധാനമായിട്ടും എന്തിനാണ്? ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം അതുപോലെ നിലവാരം ഉറപ്പാക്കുന്ന ഒരു രേഖയാണ് അല്ലെങ്കിൽ ഇതാണ്. ക്വാളിറ്റി കൺട്രോൾ വിഭാഗവും ക്വാളിറ്റി അഷ്വറൻസ് വിഭാഗവും ഈ സ്പെസിഫിക്കേഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പരിശോധന നടത്തുന്നത്, ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ ഉൽപ്പന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണോ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പരിശോധിച്ച ശേഷം മാത്രമാണ് അതിന് അപ്രൂവൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ സ്പെസിഫിക്കേഷൻ പാലിക്കുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, AAMA എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? AAMA എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അമേരിക്കൻ അപ്പാരൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ. എന്താണത്? അമേരിക്കൻ അപ്പാരൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഗാർമെൻറ്റ് നിർമ്മാതാക്കളുടെ ഒരു സംഘടനയാണ് ഈ പറയുന്നത്. അമേരിക്കൻ അപ്പാരൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ അഥവാ AAMA എന്ന് പറയുന്നത് അമേരിക്കയിലെ ഗാർമെൻറ്റ് നിർമ്മാതാക്കളുടെ ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗാർമെൻറ്റ് വ്യവസായത്തിൻ്റെ വികസനത്തിനും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ നിർമ്മാണ രീതികൾ ഏകീകരിക്കുന്നതിനും വ്യവസായവുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളും മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഇത് ഉള്ളത്. അതായത് ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയുടെ വികസനത്തിന്, ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന്, നിർമ്മാണ രീതികൾ ഏകീകരിക്കുന്നതിനും
വ്യവസായവുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളും മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ AAMA എന്ന് പറയുന്ന സംഘടന ഉള്ളത്. ഗാർമെന്റ് നിർമ്മാണം, ഗുണനിലവാര നിയന്ത്രണം, ഉൽപാദന രീതികൾ, തൊഴിലാളി സുരക്ഷ, അന്താരാഷ്ട്ര വ്യാപാരം തുടങ്ങിയ മേഖലകളിലും ഇത്തരം സംഘടനകൾ എന്താണ് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഗാർമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പലപ്പോഴും ഇതുപോലെയുള്ള ഇത്തരം സംഘടനകളുടെ നിർദ്ദേശവും അതുപോലെ തന്നെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടാണ് ഇവർ ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ അവർ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഇതിലൂടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര വിപണിയിൽ നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ എത്തിക്കാനും നമ്മുടെ എന്താ പറയുക കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയും. അപ്പോൾ AAMA എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കൻ അപ്പാരൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 31. മിസ്സിംഗ് എൻഡ്സ് എന്നത് എന്താണ്? മിസ്സിംഗ് എൻഡ്സ് എന്നത് എന്താണ്? മിസ്സിംഗ് എൻഡ്സ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് വാർപ്പ് എൻഡ്സ്. ആബ്സെൻസ് ഓഫ് വാർപ്പ് എൻഡ്സ് എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് എൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ആബ്സെൻസ് ഓഫ് വാർപ്പ് എൻഡ്സ്. അതായത് ആദ്യം എൻഡ് എന്താണെന്ന് നോക്കാം നമുക്ക്. എൻഡ് എന്ന് പറയുന്നത് വീവിങ്ങിൽ വാർപ്പ് യാർണിനെ പലപ്പോഴും എൻഡ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് ലൂമിൽ നീളത്തിൽ ക്രമീകരിക്കുന്ന ഓരോ വാർപ്പ് നൂലും ഓരോ വാർപ്പ് എൻഡാണ്. വാർപ്പൊക്കെ നമുക്ക് വന്നിട്ട് എൻഡ് നമ്മൾ കട്ട് ചെയ്ത്, ഇപ്പോൾ തുണി റണ്ണിങ് മെറ്റീരിയൽ മേടിക്കും, നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ സ്ഥലത്ത് നമുക്കിങ്ങനെ നൂലായി കാണുന്ന അതാണല്ലോ നമ്മുടെ വാർപ്പ് എൻഡ്സ്, വാർപ്പ് എന്ന് പറയുന്നത്. ആ നൂലിനെയാണ് നമ്മൾ വാർപ്പ് എൻഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മിസ്സിംഗ് എൻഡ്സ് എന്നത് ഒന്നോ അതിലധികമോ വാർപ്പ് എൻഡ്സ് ഇല്ലാതാക്കുന്ന ഡിഫക്റ്റാണ്. ഇപ്പം വെഫ്റ്റ് ആണെങ്കിൽ നമുക്ക് എൻഡ് ആയിട്ടല്ല അല്ലേ, സെൽവെഡ്ജിൽ വന്നിട്ട് തിരിച്ച് വന്ന് ഈ സെൽവെഡ്ജിൽ വന്നിട്ട് അങ്ങനെ പോകും, നമുക്ക് അതിന് എൻഡ് ഇല്ല. പക്ഷെ വാർപ്പ് നമ്മൾക്ക് പറയുകയാണെങ്കിൽ നമ്മൾ നീളത്തിലാണ് ഇടുന്നത്. അപ്പം നമുക്കതിങ്ങനെ അതിനെ നമ്മൾ തുണി തീരുമ്പം അതിന് എൻഡ്സ് ആയിട്ട് പറയാം. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഭാഗം അല്ലെങ്കിൽ നമുക്ക് എൻഡ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഓർത്താൽ മതി കേട്ടോ, എൻഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ മിസ്സിംഗ് എൻഡ്സ് എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ വാർപ്പ് എൻഡ്സ് ഇല്ലാതാകുന്നതിനെയാണ് നമ്മൾ ഇല്ലാതാകുന്ന ഡിഫക്റ്റാണ് ഈ എന്ത് പറയുന്നത് മിസ്സിംഗ് എൻഡ്സ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഒരു നെയ്ത്ത് തുണിയിൽ വാർപ്പും വെഫ്റ്റും കൃത്യമായിട്ട് ഇഴചേർന്നാണ് തുണി നിർമ്മിക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ എന്നാൽ നെയ്ത്തിനിടെ ഒരു വാർപ്പിയാണ് പൊട്ടിപ്പോകുകയോ അല്ലെങ്കിൽ ഹെഡിലൂടെയോ റീഡിലൂടെയോ ശരിയായി കടക്കാതിരിക്കുകയോ ചെയ്താലാണ് ആ ഭാഗത്ത് വാർപ്പ് നൂൽ ഇല്ലാതെ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ മിസ്സിംഗ് എൻഡ്സ് എന്ന് പറയുന്നത്. ഈ ഡിഫക്റ്റ് ഉണ്ടായാൽ തുണിയുടെ നീളദിശയിൽ, അതായത് വാർപ്പ് ഡയറക്ഷനിൽ ഒരു ചെറിയ വരയോ വിടവോ പോലെ കാണാനായിട്ട് സാധിക്കും. നമുക്കൊരു ലൈൻ നീളത്തിലൊരു ലൈൻ പോലെ അല്ലെങ്കിൽ ഒരു വിടവ് പോലെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ആ സ്ഥലത്ത് വാർപ്പിയാണ് ഇല്ലാത്തതിനാലാണ് നമുക്ക് വെഫ്റ്റിയാണ് മാത്രമായിട്ട് കാണുന്നത്. ഇത് തുണിയുടെ ഭംഗിനെ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഫാബ്രിക് ഇൻസ്പെക്ഷൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ക്വാളിറ്റി കൺട്രോളിൽ ഇത്തരം ഡെഫക്ട്സ് ഒക്കെയാണ് നമ്മൾ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കേണ്ടത്. കാരണം ചെറിയൊരു മിസ്സിംഗ് എൻഡ് പോലും ഗാർമെൻറ്റ് തയ്യാറാക്കിയ ശേഷം വ്യക്തമായിട്ടൊരു ലൈനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കസ്റ്റമർക്ക് അതൊക്കെ ഒരു പരാതിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ആബ്സെൻസ് ഓഫ് വെഫ്റ്റ് എൻഡ്സ്. വെഫ്റ്റ് എൻഡ്സ് എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അതായത് വെഫ്റ്റിനെ നമ്മൾ എൻഡ്സ് എന്ന് വിളിക്കില്ല. വെഫ്റ്റ് എന്താണ്? മിസ്സിംഗ് പിക്സ് ആണ്. നമ്മൾ പിക്കിങ് ചെയ്യുമ്പോഴാണ് വെഫ്റ്റിയാണെന്ന് ഇങ്ങനെ കടത്തി വിടുന്നത് അല്ലേ. അപ്പോൾ പിക്സ് എന്നാണ് വെഫ്റ്റിയാണെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി വേറൊരു ഓപ്ഷൻ എന്താണ്? പ്രസൻസ് ഓഫ് വാർപ്പ് ലൂപ്പ്. അതൊരു മിസ്സിംഗ് എൻഡ് അല്ല. അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് വെഫ്റ്റ് ലൂപ്പും അതൊരു ഡിഫക്റ്റായിട്ട് സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ആൻസർ എന്താണ്? മിസ്സിംഗ് എൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ആബ്സെൻസ് ഓഫ് വാർപ്പ് എൻഡ്സ്. മിസ്സിംഗ് പിക്സ് പറഞ്ഞാൽ എന്താണ്? വെഫ്റ്റിയാണ് ഇല്ലാത്തതിനെയാണ് മിസ്സിംഗ് പിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? SQC എന്നത് എന്താണ്? SQC എന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റി കൺട്രോൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി ചെക്ക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റി ചെക്ക്. അപ്പോൾ ഓപ്ഷൻസിലെല്ലാമേ ഒരുപോലെ ഉണ്ട് ഏകദേശം. അപ്പോൾ നമുക്ക് കണ്ടാൽ കൺഫ്യൂഷൻ ആവും. പക്ഷേ SQC എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. നമുക്ക് ക്വാളിറ്റി ആണല്ലേ മെയിനായിട്ട്. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ആണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? സ്ഥിതി വിവരണ കണക്കുകളുടെ സഹായത്തോടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം
നിയന്ത്രിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന രീതിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഈസി ആയിട്ട് പറയാം. ഇപ്പോൾ ഒരു ഗാർമെൻറ്റ് ഫാക്ടറിയിൽ ഒരു ദിവസം 20,000 ടീഷർട്ടുകളാണ് നിർമ്മിക്കണമെന്ന് കരുതാം. ഈ 20,000 ടീഷർട്ടുകൾ ഓരോന്നായി പരിശോധിക്കുന്നത് വളരെ സമയവും ചെലവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനാൽ എല്ലാ ഉൽപ്പന്നങ്ങളും പരിശോധിക്കുന്നതിന് പകരം അവയിൽ നിന്ന് ഒരു നിശ്ചിത എണ്ണം, കുറച്ചെണ്ണം സാമ്പിളുകളായിട്ട് തിരഞ്ഞെടുത്ത് പരിശോധിക്കുന്നതിനെയാണ് ഈ പരിശോധനയുടെ ഫലത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ മുഴുവൻ ലോട്ടിൻ്റെയും ഗുണനിലവാരം ഇങ്ങനെ വിലയിരുത്തുന്നത്. നമ്മളിപ്പോൾ പണ്ടൊക്കെ അമ്മമാർ ചെയ്യുന്ന മാതിരി ഒരു കലം ചോറ് വയ്ക്കുമ്പം ഒരരി എടുത്ത് അമർത്തി നോക്കൂലേ, അത് ഓർത്താൽ മതി ഇത് കിട്ടാനായിട്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു 2000 ടീഷർട്ടിൻ്റെ ഒക്കെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇത് നമുക്ക് പരിശോധിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചെണ്ണം നിശ്ചിത എണ്ണം സാമ്പിളുകളായിട്ട് തിരഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ പരിശോധന, അപ്പോൾ ഇത്രയും സാമ്പിളുകളുടെ ക്വാളിറ്റി പരിശോധിച്ചിട്ടാണ് മുഴുവൻ ലോട്ടിൻ്റെയും ഗുണനിലവാരം വിലയിരുത്തുന്നത്. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ SQCയിൽ വിവിധ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സാമ്പിളിംഗ്, കൺട്രോൾ ചാർട്ട്, പ്രോസസ് അനാലിസിസ്, വേരിയേഷൻ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പോൾ അതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ്. ഇവരുടെ സഹായത്തോടെ ഉൽപ്പാദന സമയത്ത് തന്നെ പ്രശ്നങ്ങൾ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ പരിഹരിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ SQCയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം സ്ഥിരമായി നിലനിർത്താൻ, ഡിഫക്ട്സ് കുറയ്ക്കുക, ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക, സമയം ലാഭിക്കുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് സംതൃപ്തി വർദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, SQC എന്നത് ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ നേരത്തെ QC പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ക്വാളിറ്റി കൺട്രോൾ, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ SQC എന്ന് പറയുന്നത്. അതായത് സാധാരണ ക്വാളിറ്റി കൺട്രോളിൽ നേരിട്ട് പരിശോധന നടത്തുമ്പോൾ നമ്മൾ SQCയിൽ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 5000 ഷർട്ടുകളുടെ ഒരു ലോട്ട് ഉണ്ടെന്ന് കരുതുക, അതിൽ നിന്ന് 125 ഷർട്ട് മാത്രമാണ് പരിശോധിക്കണമെന്ന് വെച്ചാൽ ആ ലോട്ട് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ അത്രയും ഷർട്ട് മാത്രം നോക്കിയിട്ട് അതിനകത്ത് ക്വാളിറ്റി ഉണ്ടോ നോക്കിയിട്ട് ആ മൊത്തം ലോട്ടിനെ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഒരു പെർട്ടിക്കുലർ മെത്തേഡാണ് SQC എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 33. തുണിയിൽ വെഫ്റ്റ് ദിശയിൽ വരുന്ന ബാൻഡ് എന്താണ്? തുണിയിലെ വെഫ്റ്റ് ദിശയിൽ വരുന്ന ബാൻഡ് എന്നാണ്. അതിനെ പറയുന്നത് എന്താണ്? വെഫ്റ്റ് ബാർ. തുണിയിൽ വെഫ്റ്റ് ദിശയിൽ വരുന്ന ബാൻഡിനെ നമ്മൾ പറയുന്നതാണ് വെഫ്റ്റ് ബാർ എന്ന്. വെഫ്റ്റ് എന്താണെന്ന് അറിയാം എല്ലാവർക്കും. നെയ്ത്ത് തുണിയിൽ നീളത്തിൽ പോകുന്ന നൂലുകൾ വാർപ്പും കുറുകെ പോകുന്ന നൂലുകൾ വെഫ്റ്റും എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വെഫ്റ്റ് ബാർ എന്ന് പറയുന്നത് വെഫ്റ്റ് ദിശയിൽ, അതായത് കുറുകെ പോകുന്ന ഒരു വരയോ ബാൻഡോ പോലെ കാണപ്പെടുന്ന ഡിഫക്റ്റാണ്. ഇപ്പോൾ വെഫ്റ്റ് ഡയറക്ഷനിൽ ഒരു വരയായിട്ട്, ഒരു എക്സ്ട്രാ വരയായിട്ട് അല്ലെങ്കിൽ ഒരു ബാൻഡോ പോലെ കാണപ്പെടുന്ന ഒരു ഡിഫക്റ്റാണ് വെഫ്റ്റ് ബാർ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിറത്തിലോ അല്ലെങ്കിൽ ഷെയ്ഡിലോ അല്ലെങ്കിൽ ടെക്സ്ചറിലോ ആ ഭാഗത്ത് കാണപ്പെടാൻ സാധിക്കും. ഈ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട്, ഈ ഡിഫക്റ്റ് ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. അതായത് ഉദാഹരണത്തിന് വ്യത്യസ്ത ഷെയ്ഡിലുള്ള വെഫ്റ്റിയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡിലുള്ള വെഫ്റ്റിയാണ് യൂസ് ചെയ്യുന്നത്. വെഫ്റ്റിയാണിൻ്റെ കനം മാറുന്നത്, അതായത് വെയിറ്റ് മാറുന്നത്, യാൺ ടെൻഷനിൽ വ്യത്യാസം വരുന്നത്, ഈ ഡൈയിങ് സമയത്ത് ഉണ്ടാവുന്ന ഈ ഒരു അൺഈവൻനെസ്, കളറിൻ്റെ അൺഈവൻനെസ്, അല്ലെങ്കിൽ വീവിങ് സമയത്ത് എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ഇതൊക്കെയാണ് വെഫ്റ്റ് ബാർ ഉണ്ടാവാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. ഈ ഒരു ഫാബ്രിക് റോള് പരിശോധിക്കാൻ തുണിയുടെ കുറുകെ ഒരു ഇരുണ്ടതോ ഇളം നിറമുള്ളതോ ആയൊരു വര വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ അതിന് വെഫ്റ്റ് ബാർ എന്ന് പറയും. ഫാബ്രിക്കിൻ്റെ റോള് പരിശോധിക്കുമ്പോൾ തുണിയുടെ കുറുകെ, അതായത് നമ്മുടെ വിഡ്ത്ത് വൈസിൽ ഒരു ഡാർക്കായിട്ടോ അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡായിട്ടോ ഒരു വര വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വെഫ്റ്റ് ബാർ എന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇത് ഫാബ്രിക്കിൻ്റെ, നമുക്കറിയാം ഫാബ്രിക്കിൻ്റെ ഭംഗി, ഒരു ഡിഫക്റ്റ് വന്നാൽ തന്നെ അതിൻ്റെ ഭംഗിയും ഗുണനിലവാരവും കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും അല്ലേ. ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് പറഞ്ഞാൽ വെഫ്റ്റ് ക്രാക്ക്, അതായത് അത് വെഫ്റ്റ് ക്രാക്ക് എന്ന് പറയുന്നത് വെഫ്റ്റിയാണ് ഇല്ലാതെയോ അല്ലെങ്കിൽ വളരെ കനം കുറഞ്ഞ സാന്ദ്രതയിലോ കാണുന്ന ഒരു ഡിഫക്റ്റാണ് വെഫ്റ്റ് ക്രാക്ക് എന്ന് പറയുന്നത്, വെഫ്റ്റ് ബാർ അല്ല. ഇനി ഫ്ലോട്ട്സ് എന്ന് പറയുന്നത് വാർപ്പ് അല്ലെങ്കിൽ വെഫ്റ്റിയാണ് ശരിയായിട്ട് ഇൻ്റർലേസ് ചെയ്യാതെ മേലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത്, നമ്മുടെ സാറ്റിൻ വീവ് ഒക്കെ പറയില്ലേ നമ്മളതിൽ, അതുപോലെ ഫ്ലോട്ട് ചെയ്ത് നീളത്തിൽ കിടക്കുന്നതിനെയാണ് ഫ്ലോട്ട്സ് എന്ന് പറയുക. ടെമ്പിൾ മാർക്ക് പറഞ്ഞാൽ ലൂമിൽ ഉപയോഗിക്കുന്ന ടെമ്പിൾ എന്ന് പറയുന്ന ഉപകരണത്തിൻ്റെ പ്രഷർ കാരണം തുണീൻ്റെ അരികിലുണ്ടാവുന്ന അടയാളത്തിനെയാണ് നമ്മൾ ടെമ്പിൾ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബാക്കിയുള്ള ഓപ്ഷൻസ് അല്ല, ആൻസർ എന്തായിരുന്നു? വെഫ്റ്റ് ബാറാണ് ആൻസറായിട്ട് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ 34. ഉപഭോക്താവ് അംഗീകരിക്കുന്ന പരമാവധി ഡിഫക്റ്റിൻ്റെ ശതമാനം. ഉപഭോക്താവ് അംഗീകരിക്കുന്ന പരമാവധി ഡിഫക്റ്റിൻ്റെ ശതമാനം. ആൻസർ എന്താണ്? AQL. AQL എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം. ആക്സെപ്റ്റബിൾ ക്വാളിറ്റി ലെവൽ. ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ലെവൽ, അതായത് ഉപഭോക്താവിന് അംഗീകരിക്കാൻ കഴിയുന്ന പരമാവധി ഡിഫക്റ്റിൻ്റെ ശതമാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ആക്സെപ്റ്റബിൾ ആയിട്ട്, കസ്റ്റമർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയുടെ ലെവൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു കമ്പനി നേരത്തെ പറഞ്ഞ ഒരു 10,000 ഷർട്ടുകൾ നിർമ്മിച്ച് ഉപഭോക്താവിന് അയക്കാൻ തയ്യാറാക്കി എന്ന് കരുതാം. എല്ലാ ഷർട്ടുകളും പൂർണ്ണമായിട്ടും ഡിഫക്റ്റ് രഹിതമായിരിക്കണം എന്ന് ആണ് കമ്പനിയുടെ ഒരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ വലിയ തോതിലുള്ള ഉൽപ്പാദനമാണ് അല്ലേ, 10,000 ടീഷർട്ടുകളാണ്. അപ്പം വളരെ ചെറിയ തോതിലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും ബൾക്കായിട്ട് ഓർഡർ ചെയ്യാണ്, ഇത്രയും ഷർട്ട്സ് ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ഫുൾ ക്വാളിറ്റിയിൽ വേണം എന്നുണ്ടാവും. പക്ഷെ എന്നാലും ചെറിയ തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് അപ്പം ഈ ഉപഭോക്താവ്, കസ്റ്റമറും നമ്മളുടെ പ്രൊഡക്ഷൻ ടീമും കസ്റ്റമറും തമ്മിൽ നേരത്തെ കൂട്ടി നമ്മളൊരു ലെവൽ അല്ലെങ്കിൽ ഒരു നിലവാരം നിശ്ചയിച്ച് വെക്കും. അതായത് AQL, ആക്സെപ്റ്റബിൾ ക്വാളിറ്റി ലെവൽ എന്ന് പറയുന്നത് 2.5% എന്ന് പറയാം. അതായത് ആ നിലവാരത്തിനുള്ളിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ ലോട്ട് സ്വീകരിക്കും. അതായത് അതിൽ കൂടുതൽ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ആ ലോട്ട് എന്താവും, അല്ലെങ്കിൽ ആ ഒരു ഓർഡർ അല്ലെങ്കിൽ ആ ഒരു ബൾക്കായിട്ടുള്ള ഷർട്ടിൻ്റെ ഓർഡർ നമ്മൾ റിജക്റ്റ് ചെയ്യും. അതായത് AQL ഡിഫക്റ്റ് അനുവദിക്കാം എന്നല്ല, മറിച്ച് എന്താണ്, ഉപഭോക്താവിന് സ്വീകരിക്കാവുന്ന. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ടൈലറിങ് ഷോപ്പിൽ ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കുകയാണ്, നമ്മൾ ഇന്ന പാറ്റേൺ ആണ് പറഞ്ഞിരുന്നത് എന്ന് കരുതുക. ഇപ്പോൾ സ്ലീവിൻ്റെ അറ്റത്തൊരു പൈപ്പിംഗ് പറഞ്ഞിരുന്നു എന്ന് കരുതുക. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ആ പൈപ്പിങ്ങിന് ഇത്ര വീതി വേണം എന്ന് പറഞ്ഞു, 1 ഇഞ്ച് സ്ലീവിനൊരു ബോർഡർ ഉണ്ടെന്ന് കരുതുക. 1 ഇഞ്ച് വേണം എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ അതൊരു 1/4 ഇഞ്ചായി കുറഞ്ഞു എന്ന് വെക്കുകയാണെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല, ഒരു 1/4 ഇഞ്ചാണ് എന്ന് നമ്മൾ പറയില്ലേ. അതുപോലെ അതൊരു ഡിഫക്റ്റ്, അവരുടെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്, പക്ഷെ കസ്റ്റമർക്ക് എന്നിരുന്നാലും ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്വീകരിക്കാവുന്ന ഒരു മിസ്റ്റേക്കാണ് എന്ന് പറയില്ലേ. അതുപോലെ, അതായത് ഡിഫക്റ്റ് അനുവദിക്കാം എന്നല്ല AQL കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു കസ്റ്റമർക്ക് സ്വീകരിക്കാവുന്ന പരമാവധി ഡിഫക്റ്റ് നിലവാരം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ AQL ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം ഒരേ നിലവാരത്തിൽ നിലനിർത്താൻ നമുക്ക് സഹായകമാവും. നിർമ്മാതാവിനും ഉപഭോക്താവിനും ഒരേ മാനദണ്ഡം ലഭിക്കുന്നു. ലോട്ട് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് നമുക്ക് സയൻറ്റിഫിക്കലി തീരുമാനിക്കാനായിട്ട് സഹായിക്കുന്നു. സമയം, ചെലവ് എന്നിവയൊക്കെ ലാഭിക്കാനായിട്ട് സഹായിക്കുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? SQC, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. അതുപോലെ തന്നെ ഓർഡർ ക്വാണ്ടിറ്റി, ആർബിട്രറി സാമ്പിളിംഗ്. ഇപ്പോൾ SQC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഗുണനിലവാരം നിയന്ത്രിക്കുന്ന രീതി. നമ്മൾ ഡിഫക്റ്റിൻ്റെ ശതമാനം അല്ല, അത് ഗുണനിലവാരം നിയന്ത്രിക്കുന്ന രീതിയാണ്. ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ എത്രത്തോളമാണ്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. ആർബിട്രറി സാമ്പിളിംഗ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് രീതിയെ സൂചിപ്പിക്കുന്നതാണ്, അതൊരു ഡിഫക്റ്റിൻ്റെ പരിധിയല്ല അല്ലേ. അപ്പോൾ ഉത്തരം എന്താണ്? AQL. അടുത്ത ക്വസ്റ്റ്യൻ, ഗുണനിലവാരം പരിശോധിക്കുന്നത് ആര്? ഗുണനിലവാരം പരിശോധിക്കുന്നത് ആരാണ്? ക്വാളിറ്റി കൺട്രോളർ. ക്വാളിറ്റി കൺട്രോളറാണ്. ക്വാളിറ്റി കൺട്രോളർ ആരാണ്? ഒരു ഗാർമെൻറ്റ് ഫാക്ടറിയിൽ ഓരോ വിഭാഗത്തിലും ഓരോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിനും ഓരോ ഉത്തരവാദിത്തം ഉണ്ടാവും. ഇപ്പോൾ തയ്യൽ ജോലി അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നത് സൂയിങ് ഓപ്പറേറ്ററാണ്. ഉൽപ്പാദന പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുന്നത് ആരായിരിക്കും? സൂപ്പർവൈസർ ആയിരിക്കും. അതുപോലെ തന്നെ മുഴുവൻ യൂണിറ്റിൻ്റെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മാനേജർ ആയിരിക്കും. എന്നാൽ ഉൽപ്പന്നം നിശ്ചയിച്ചിരിക്കുന്ന ക്വാളിറ്റി മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോളർ അഥവാ QC എന്ന് പറയുന്നത്. QC എന്നും പറയും. ഈ ക്വാളിറ്റി കൺട്രോളറിൻ്റെ ജോലി അവസാന ഘട്ടത്തിൽ മാത്രം പരിശോധന നടത്തുന്നതല്ല, ഉൽപ്പാദനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും, അതായത് വിവിധ ഘട്ടങ്ങളിൽ ഗുണനിലവാരം പരിശോധിച്ച് ഡിഫക്ട്സ് കണ്ടെത്തുകയാണ്. അപ്പോൾ ഒരു ഡിഫക്റ്റ് കണ്ടാൽ ഉടനെ തന്നെ അതിനുള്ള നിർദ്ദേശം കൊടുത്ത് തിരുത്തേണ്ട ഉത്തരവാദിത്വവും ക്വാളിറ്റി കൺട്രോളറിനുണ്ട്. ഉദാഹരണത്തിന് ഒരു ഷർട്ട് നിർമ്മിക്കുകയാണെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ താഴെ നമ്മൾ പറയുന്ന ഇപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നത് എന്ന് നോക്കാം. ശരിയായ ഫാബ്രിക് ഉപയോഗിച്ചിട്ടുണ്ടോ നോക്കണം. അളവുകൾ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണോ നോക്കണം.
സ്റ്റിച്ചിങ് നേരായതും സ്ട്രോങ് ഉള്ളതുമാണോ എന്ന് നോക്കണം. അതുപോലെ സീം, കോളർ, സ്ലീവ്, പോക്കറ്റ് അതൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ നോക്കണം. ലൂസ് ത്രെഡ് ഉണ്ടോ നോക്കണം. ഇനി ഹോളോ, സ്റ്റെയിനോ അതുപോലെ കളർ വേരിയേഷനോ അങ്ങനെ തുടങ്ങിയ ഡെഫക്ട്സ് ഉണ്ടോ നോക്കണം. ഇനി പ്രസ്സിങ്ങും ഫിനിഷിങ്ങും ഒക്കെ കറക്റ്റായി ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇങ്ങനെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമാണ് ഉൽപ്പന്നം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഉപഭോക്താവിനോ കസ്റ്റമർക്കോ അയക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സൂപ്പർവൈസർ, മാനേജർ, സൂയിങ് ഓപ്പറേറ്റർ ഒക്കെ എന്താണ് ഇതിൽ പെടുന്നതല്ല. ക്വാളിറ്റി കൺട്രോളർ എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന വ്യക്തി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നോ ഇൻസ്പെക്ഷൻ എന്നത് എന്താണ്? നോ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോട്ട് പാസ്ഡ് വിത്തൗട്ട് ഇൻസ്പെക്ഷൻ. എന്താണ്? യാതൊരു പരിശോധനയും നടത്താതെ ഒരു ലോട്ട് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ ഒരു ബാച്ചിനെ അംഗീകരിച്ച് അല്ലെങ്കിൽ അപ്രൂവൽ ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് വിടുന്നതിനെയാണ് നമ്മൾ നോ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഒരു ഗാർമെന്റ് ഫാക്ടറിയിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ക്വാളിറ്റി ഇൻസ്പെക്ഷന് വിധേയമാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പരിശോധന ഒഴിവാക്കും. ഉദാഹരണത്തിന് ഒരേ വിതരണക്കാർ, അപ്പോൾ ഒരേ സപ്ലയറിൽ നിന്ന് നമ്മൾ കുറേ വർഷമായിട്ട് മെറ്റീരിയൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വെക്കുക. അപ്പോൾ നമ്മൾ നമുക്ക് ട്രസ്റ്റാണ്, അവരുടെ വിശ്വാസമാണ്, അവരുടെ അടുത്ത് നിന്ന് എടുക്കുന്ന ഫാബ്രിക്കിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും, അപ്പോൾ പിന്നെ നമ്മൾ പരിശോധിക്കേണ്ട എന്നൊരു മൈൻഡായിരിക്കും നമുക്ക്. ഇനി അല്ലെങ്കിൽ ഒരേ ഉൽപാദന പ്രക്രിയ അല്ലെങ്കിൽ ഒരേ പ്രൊഡക്ഷൻ രീതി വളരെ സ്ഥിരമായിട്ട് അവർ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഓരോ ലോട്ടും വീണ്ടും പരിശോധിക്കാതെ, ഇപ്പം പ്രൊഡക്ഷൻ എപ്പോഴും കറക്റ്റായിട്ടാണ്, എന്നും കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് അവരെ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെപ്പോഴും കറക്റ്റായിട്ടാണ് ചെയ്യുക, അപ്പം നമ്മളത് പരിശോധിക്കേണ്ട എന്ന് വിചാരിക്കില്ലേ? അങ്ങനെ തീരുമാനമെടുത്തിട്ട് നമ്മൾ ഒരു ഇൻസ്പെക്ഷനും ചെയ്യാതെ വിടുന്നതിനെയാണ് നോ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, അതായത് നോ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് നോ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ആവശ്യമില്ല എന്നല്ല കേട്ടോ. അതായത് ഗുണനിലവാരത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മുൻ പരിചയത്തെ നമ്മൾ അടിസ്ഥാനമാക്കിയോ പരിശോധന ഒഴിവാക്കുന്നതാണ്. അതായത് ക്വാളിറ്റി ആവശ്യമില്ല എന്നുള്ളതല്ല, ക്വാളിറ്റി ഉണ്ടാവും എന്ന വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അത്രയും ഉറപ്പാണെങ്കിൽ മാത്രമേ അങ്ങനെ നോ ഇൻസ്പെക്ഷൻ വിടാനായിട്ട് പറ്റുള്ളൂ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ സ്പോട്ട് ചെക്കിംഗ്, അതുപോലെ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ്. സ്പോട്ട് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ചില ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് പരിശോധിക്കുന്ന, ഒരു പെർട്ടിക്കുലർ ഉൽപ്പന്നം മാത്രം തിരഞ്ഞെടുത്ത് പരിശോധിക്കുന്ന രീതി. ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ച ശേഷം ആ ലോട്ട് സ്വീകരിക്കണോ അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന രീതി. സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ വിവര കണക്കുകളും അതിൻ്റെ കണക്കുകളും ബേസ് ചെയ്തിട്ടുള്ള അടിസ്ഥാനത്തിൽ സാമ്പിൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 37, പ്രോസസ് കൺട്രോൾ എപ്പോഴാണ് നടത്തുന്നത്? ഡ്യൂറിങ് പ്രൊഡക്ഷൻ സമയത്താണ് നമ്മൾ പ്രോസസ് കൺട്രോൾ നടത്തുന്നത്. പ്രോസസ്സ് എന്നാൽ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളുമാണ് പ്രോസസ്സ്. കൺട്രോൾ എന്നാൽ അത് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന. അതിനാൽ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓരോ ഘട്ടവും പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഷർട്ട് നിർമ്മിക്കുന്നതിന് ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. ഒരു ഷർട്ട് നിർമ്മിക്കുന്നത് ഫാബ്രിക് കട്ടിങ് കഴിഞ്ഞാൽ തയ്യൽ ആരംഭിക്കുന്നു. അപ്പോൾ തയ്യൽ നടക്കുമ്പോൾ തന്നെ ക്വാളിറ്റി കൺട്രോളർ ഓരോ ഘട്ടങ്ങളിലായിട്ട് വന്ന് പരിശോധന നടത്തും. സ്റ്റിച്ച് ശരിയാണോ, സ്റ്റിച്ചിൻ്റെ അളവ് ശരിയാണോ, അതായത് സ്റ്റിച്ച് ലെങ്ത് ശരിയാണോ, അതുപോലെ സീം അലവൻസ് കൃത്യമാണോ, കോളർ ശരിയായി ഫിക്സ് ചെയ്യുന്നുണ്ടോ, സ്ലീവ് ശരിയായ സ്ഥാനത്താണോ, അല്ലെങ്കിൽ പോക്കറ്റ് കൃത്യമായി തുന്നിയിട്ടുണ്ടോ, അങ്ങനെ ഓരോ ഘട്ടങ്ങളും നമ്മൾ പരിശോധിക്കും. ക്വാളിറ്റി കൺട്രോളർ വന്ന് പരിശോധിക്കും. ഈ പരിശോധനകൾ നിർമ്മാണം പൂർത്തിയായ ശേഷമല്ല, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്നത്. അതിനെയാണ് പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. പ്രോസസ് കൺട്രോളിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫക്റ്റ് ആദ്യം തന്നെ കണ്ടെത്തിയ ഉടനെ തന്നെ തിരുത്തുന്നതാണ്. അല്ലാതെ അവസാന ഘട്ടത്തിൽ വന്നിട്ട് കണ്ടുപിടിച്ച് ചെയ്യാൻ നിന്നാൽ എന്താവും? സമയം, ചെലവ്, മെറ്റീരിയൽ ഒക്കെ നമുക്ക് നഷ്ടമാവും. അതൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 500 ഷർട്ടുകളുടെ കോളറൊക്കെ തെറ്റിയാൽ, തുന്നുമ്പോൾ തെറ്റിയതായിട്ട് അവസാന ഘട്ടത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ എല്ലാ ഷർട്ടും വീണ്ടും സ്റ്റിച്ച് അഴിച്ച് വീണ്ടും അത് കറക്റ്റ് ചെയ്യാനായിട്ട് കുറേ സമയം, മെറ്റീരിയൽ വേണം പിന്നെയും കട്ട് ചെയ്യാനായിട്ട്.
സ്റ്റാഫ്സ് വേണം, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ വരും അല്ലേ. അപ്പോൾ ഇതാണ് പ്രോസസ് കൺട്രോളിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ബിഫോർ പ്രൊഡക്ഷന് മുന്നേ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ, അതായത് ബിഫോർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ പാറ്റേൺ ചെക്കിങ്, മെഷീൻ സെറ്റിംഗ് തുടങ്ങിയ തയ്യാറെടുപ്പുകളാണ്. അത് പ്രോസസ് കൺട്രോൾ അല്ല. ആഫ്റ്റർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇൻസ്പെക്ഷൻ ആണ്, ഉൽപ്പന്നം നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം. ഇനി ആഫ്റ്റർ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു ഇതല്ല, നമ്മുടെ കയ്യിലുള്ളതല്ല. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, റാൻഡം ഷിപ്മെൻറ്റ് പരിശോധിക്കുന്നത് എന്താണ് വിളിക്കുന്നത്? അതിനെന്താണ് വിളിക്കുന്നത്? സ്പോട്ട് ചെക്കിങ്. സ്പോട്ട് ചെക്കിംഗ് എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലോട്ടിലോ ഷിപ്മെൻറ്റിലോ ഉള്ള എല്ലാ ഉൽപ്പന്നങ്ങളും പരിശോധിക്കാതെ അതിൽ നിന്ന് ക്രമരഹിതമായിട്ട് റാൻഡമായിട്ട് കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രം എടുത്ത് പരിശോധിക്കുന്നതിനാണ് സ്പോട്ട് ചെക്കിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു കമ്പനി നേരത്തെ പറഞ്ഞ പോലെ 5000 ടീഷർട്ട് ഒരു ഫോറിൻ കൺട്രിയിലേക്ക് അയക്കുകയാണെന്ന് കരുതുക. ഈ 5000 ടീഷർട്ടുകളും ഓരോന്നായി പരിശോധിക്കാൻ വളരെ സമയം ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കൺട്രോളർ ആ ലോട്ടിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും ചില ടീഷർട്ടുകൾ മാത്രം എടുത്ത് പരിശോധിക്കുന്നതിനാണ് സ്പോട്ട് ചെക്കിംഗ് എന്ന് പറയുന്നത്. സ്പോട്ട് ചെക്കിംഗ് നടത്തുമ്പോൾ സാധാരണയായിട്ട് എന്തൊക്കെയാണ് പരിശോധിക്കുക? അളവ് ശരിയാണോ, സ്റ്റിച്ചിങ് നിലവാരം, സ്റ്റിച്ചിങ് ഇതുണ്ടോ, ക്വാളിറ്റി ഉണ്ടോ, ഫാബ്രിക്കിൽ ഡിഫക്ട്സ് ഉണ്ടോ, കളർ ഷെയ്ഡ് ഒരുപോലെയാണോ, ബട്ടൺ സിപ്പ് ലേബൽ മുതലായവ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടോ, പ്രസ്സിങ് ഫിനിഷിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ളതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 39, പ്രൊഡക്റ്റിൻ്റെ നല്ലതോ മോശമോ എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? പ്രൊഡക്റ്റിൻ്റെ നല്ലതോ മോശമോ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ നല്ലതോ മോശമോ എന്നുള്ളത് എന്താണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താണ്? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം എന്നുള്ളതാണ് അല്ലേ. അതായത് ഉൽപ്പന്നം എത്രത്തോളം നല്ലതാണെന്നും ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകൾക്കും എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പം 2 ടീഷർട്ട് ഒരേ വിലക്ക് വിൽക്കുന്നുണ്ട് എന്ന് കരുതുക. എന്നാൽ ഒന്നിൽ നല്ല നിലവാരമുള്ള ഫാബ്രിക് ആയിരിക്കില്ല, കൃത്യമായ സ്റ്റിച്ചിങ് ആയിരിക്കില്ല, ബട്ടൺസ് കറക്റ്റായിട്ട് ഉറപ്പോടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല, നല്ല ഫിനിഷിങ് ഉണ്ടാവില്ല. അങ്ങനെ ഒന്നിൽ കറക്റ്റായിട്ട് എല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ള വ്യത്യാസം, ഈ രണ്ടും തമ്മിൽ നമുക്ക് എന്താണ്? ഒന്ന് നല്ല ക്വാളിറ്റി ഉണ്ട്, ഒന്ന് നല്ല ക്വാളിറ്റി ഇല്ല എന്ന് പറയില്ലേ. അത് ക്വാളിറ്റി നിർണ്ണയിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട പല കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്. എന്തൊക്കെയാണ് നോക്കാം? ഫാബ്രിക്കിൻ്റെ ഗുണനിലവാരം, സ്റ്റിച്ചിങ്ങിൻ്റെ നിലവാരം, ശരിയായ അളവുകളാണോ എന്ന്, ഫിനിഷിംഗ് ഉണ്ടോ, ഡ്യൂറബിലിറ്റി ഉണ്ടോ എന്ന്, അപ്പിയറൻസ് നല്ലതാണോ എന്ന്, കാണാൻ ഭംഗിയുണ്ടോ എന്ന്, ഇടുന്ന ആൾക്ക് കംഫർട്ടബിൾ ആവുമോ, കംഫർട്ട് വേണോ, ഉപഭോക്താവിൻ്റെ സംതൃപ്തി, അതായത് കസ്റ്റമറിൻ്റെ സംതൃപ്തി, ഇത്രയുമാണ് നോക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസായ ബ്രാൻഡ് സ്പെസിഫിക്കേഷൻ, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാലോ. ബ്രാൻഡ് ഒരു കമ്പനിയുടെ പേര്, അല്ലെങ്കിൽ അത് ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബ്രാൻഡിന് എത്ര പ്രശസ്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവണം എന്നില്ലല്ലോ. എല്ലാ ബ്രാൻഡും ക്വാളിറ്റി ഉണ്ടാവണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട നിർദ്ദേശങ്ങളാണ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളവ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40, വാർപ്പ് ആൻഡ് വെഫ്റ്റ് ഇൻ്റർലേസ്മെൻറ്റ് തെറ്റായി സംഭവിക്കുമ്പോൾ, തെറ്റായത് എന്ന് പറഞ്ഞാൽ വാർപ്പ് ആൻഡ് വെഫ്റ്റ് ഇൻ്റർലേസ്മെൻറ്റ് തെറ്റായി സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഫ്ലോട്ട്സ്. നമുക്കറിയാം, നെയ്ത്ത് തുണിയിൽ നീളത്തിൽ പോകുന്ന നൂലുകൾ വാർപ്പെന്നും കുറുകെ പോകുന്ന നൂലുകളെ നമ്മൾ വെഫ്റ്റ് എന്നുമാണ് വിളിക്കുന്നത്. ഈ 2 നൂലുകളും പരസ്പരം ഒന്നേ മുകളിൽ ഒന്നായിട്ട് താഴെയും മേലായിട്ട് കൃത്യമായിട്ട് ഇഴചേർന്നത്, ഇൻ്റർലേസിങ് ചെയ്തിട്ടാണ് നമുക്കൊരു തുണി രൂപപ്പെടുന്നത്. ഈ ഇഴചേരുന്ന പ്രക്രിയയാണ് നമ്മൾ വാർപ്പ് ആൻഡ് വെഫ്റ്റ് ഇൻ്റർലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ചില സമയത്ത് നെയ്ത്തിനിടെ വാർപ്പും വെഫ്റ്റും ശരിയായി ഇൻ്റർലേസ്മെൻ്റ് ആവാതെ പോവും. അപ്പോൾ നൂല് മേലെങ്ങനെ മറ്റേ നൂലുകളുടെ മേലെങ്ങനെ കൂടുതൽ ദൂരം ഇങ്ങനെ 2-3 നൂലുകളുടെ മേലെ, കുറേ നൂലുകളുടെ മേലെ ഇങ്ങനെ ഇൻ്റർലേസിങ് ആവാതെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് മേലെ കിടക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താവും? നീണ്ട നൂലുകൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഡിഫക്റ്റിനെയാണ് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്നത്. വാർപ്പോ വെഫ്റ്റോ നൂല് ശരിയായി ഇൻ്റർലേസ് ആവാതെ ഉപരിതലത്തിൽ സർഫേസിൽ നീളത്തിൽ കിടക്കുന്നതിനെയാണ് ഫ്ലോട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഡിഫക്റ്റ് കാരണം തുണിയുടെ ഭംഗി കുറയും. അതുപോലെ തന്നെ തുണിയുടെ ആ ഒരു ഭാഗം എളുപ്പത്തിൽ വലിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്യും. അതുപോലെ തന്നെ ഫാബ്രിക്കിന് ഇൻസ്പെക്ഷൻ സമയത്ത് നമ്മൾ ഈ ഫ്ലോട്ട്സ് ഒക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ പരിശോധിക്കേണ്ട ഒരു ഡിഫക്റ്റാണ്.
ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ബോക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ നെയ്ത്തിനിടെ ഉണ്ടാവുന്ന മറ്റൊരു തരത്തിലുള്ള അടയാളമാണ്, അല്ലാതെ അത് ഇന്റർലേസ്മെന്റ് ഡിഫക്റ്റ് അല്ല, വേറെ തരത്തിലുണ്ടാവുന്ന അടയാളമാണ്. ടെമ്പിൾ മാർക്സ് എന്ന് പറഞ്ഞാൽ ലൂമിൽ ഉപയോഗിക്കുന്ന ടെമ്പിൾ എന്ന് പറഞ്ഞ ഉപകരണത്തിന്റെ പ്രഷർ മൂലം ഉണ്ടാവുന്ന തുണിയുടെ അരികിൽ ഉണ്ടാവുന്ന അടയാളമാണ്. ലാഷിംഗ് എന്ന് പറയുന്നത് പുതിയ വാർപ്പ് നൂലുകൾ പഴയ വാർപ്പ് നൂലുകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു വീവിങ് പ്രക്രിയയാണ്. ഇത് ഡിഫക്റ്റ് അല്ല. ഓക്കെ, വാർപ്പ് നൂല് ഇപ്പോൾ തീരാനായ വാർപ്പ് നൂലിൽ പുതിയ വാർപ്പ് നൂല് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന അതിനെ. അപ്പോൾ ആൻസർ എന്താണ്? നമുക്ക് ഫ്ലോട്ട്സ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 41. ക്വസ്റ്റ്യൻ നമ്പർ 41, ചെക്ക്ഡ് ഫാബ്രിക് ഏതാണ്? പ്ലെയ്ഡ് ഫാബ്രിക് ആണ് ചെക്ക്ഡ് ഫാബ്രിക് എന്ന് പറയുന്നത്. തുണിയിൽ നമ്മൾ വേർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും, അതായത് ലംബമായ വരകളും തിരശ്ചീനമായ വരകളും, ഹൊറിസോണ്ടൽ വരകളെ പറയുന്നതാണ് തിരശ്ചീനമായ വരകൾ, ലംബമായ വരകൾ എന്ന് പറയുന്നത് വേർട്ടിക്കൽ വരകളെയാണ്. പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കടക്കുന്നത്, അതായത് സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പിലോ രൂപപ്പെടുന്ന ഡിസൈൻസ് പോലെ ഉണ്ടാവുന്നതാണ് ചെക്ക്ഡ് ഫാബ്രിക്സ്. ഇപ്പം ലംബമായ വരകളും തിരശ്ചീനം, ഇപ്പം വേർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുള്ള വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾക്ക് സെൻറ്ററിൽ ഫോം ആവുന്ന സ്ക്വയറോ റെക്ടാങ്കുലറോ ആയിട്ടുള്ള ഡിസൈൻസ്, അങ്ങനെ ഉണ്ടാവുന്ന ഫാബ്രിക്കാണ് ചെക്ക്ഡ് ഫാബ്രിക് എന്ന് പറയുന്നത് അല്ലേ. ഈ തുണീനെയാണ് നമ്മൾ പ്ലെയ്ഡ് ഫാബ്രിക് എന്ന് പറയുന്നത്. പ്ലെയ്ഡ് പാറ്റേൺ എന്നത് സാധാരണയായിട്ട് 2 അല്ലെങ്കിൽ അതിലധികം നിറങ്ങളുടെ വരകൾ തമ്മിൽ മുറിച്ച് കടന്ന് രൂപപ്പെടുന്ന ഡിസൈനാണ്. അപ്പോൾ ഷർട്ട്, സ്കൂൾ യൂണിഫോം, സ്കേർട്ടുകൾ, കോട്ടുകൾ മുതലായവയിലൊക്കെ ഈ ഡിസൈൻസ് നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഇപ്പോൾ ചുവപ്പും കറുപ്പും നിറങ്ങളുടെ ചെക്ക്ഡ് ഷർട്ട് അല്ലെങ്കിൽ നീലയും വെള്ളയും നിറങ്ങളുടെ യൂണിഫോം ഷർട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നേപ്ഡ് ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫേസിൽ ചെറിയ റേസ്ഡ് ആയിട്ട്, രോമങ്ങൾ പോലെ റേസ്ഡ് ആയിട്ട് ഫൈബേഴ്സ് ഉള്ള തുണികളെയാണ് നമ്മൾ വെൽവെറ്റ്, ഫ്ലാനൽ പോലെയുള്ള തുണികളെയാണ് നമ്മൾ നേപ്ഡ് ഫാബ്രിക്സ് എന്ന് പറയുന്നത്. ഇനി സ്ട്രൈപ്ഡ് ഫാബ്രിക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ വെർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട്, അതായത് ഒന്നുകിൽ ലംബമായോ അല്ലെങ്കിൽ തിരശ്ചീനമായോ വരകൾ മാത്രമുള്ള തുണിയാണ്. ഇവിടെ ചെക്സ് ആവുന്നില്ല, ഓപ്പോസിറ്റ് ക്രോസ് ആവുന്നില്ല, അതുകൊണ്ട് ലൈൻസ് മാത്രമേ ഉള്ളൂ സ്ട്രൈപ്ഡ് എന്ന് പറയുന്നത്. പ്ലെയിൻ ഫാബ്രിക്സ് എന്ന് പറയുന്നത് ഒരു ഡിസൈനും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്. അടുത്ത ക്വസ്റ്റ്യൻ 42, ക്വാളിറ്റി കൺട്രോളറിൻ്റെ ലക്ഷ്യം. നമ്മൾ നേരത്തെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാണ്. ക്വാളിറ്റി കൺട്രോളറിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി കൺട്രോളറിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? മെയിൻറ്റെയിൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഓപ്ഷൻസ് ഇംഗ്ലീഷിൽ ഇട്ടിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഒരു ഗാർമെൻറ്റ് നിർമ്മിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ തയ്യാറാക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഫാബ്രിക്കിൻ്റെ തരം, നിറം, അളവുകൾ, സ്റ്റിച്ചിങ് രീതി, സീം അലവൻസ്, ട്രിംസ്, ഫിനിഷിങ് തുടങ്ങിയ എല്ലാ മാനദണ്ഡങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഈ സ്പെസിഫിക്കേഷനിൽ. അപ്പോൾ ഈ നിശ്ചയിച്ചിട്ടുള്ള കംപ്ലീറ്റ് സ്പെസിഫിക്കേഷനെയും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം ക്വാളിറ്റി കൺട്രോളർ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും ഓരോ ഘട്ടത്തിലും കൃത്യമായി പാലിക്കണം. അപ്പോൾ എക്സാമ്പിൾ, ഒരു ഷർട്ടിൻ്റെ നെഞ്ചളവ് 40 ഇഞ്ച് ആണെങ്കിൽ എന്നാണ് സ്പെസിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് 39 ഇഞ്ചോ അല്ലെങ്കിൽ 41 ഇഞ്ചോ ആകരുത്, കറക്റ്റായിട്ട് 40 ഇഞ്ചസിൽ തന്നെ. അതുപോലെ സ്റ്റിച്ചിങ് നേരെയാണോ, കോളർ ശരിയായി പിടിപ്പിച്ചിട്ടുണ്ടോ, ബട്ടൺ ഉറപ്പായി തുന്നിയിട്ടുണ്ടോ, ഫാബ്രിക്കിൽ ഡിഫക്റ്റ് ഉണ്ടോ, ഫിനിഷിങ് കൃത്യമാണോ എന്നൊക്കെയാണ് ക്വാളിറ്റി കൺട്രോൾ പരിശോധിക്കുന്നത്. ക്വാളിറ്റി കൺട്രോളറിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നല്ല, മറിച്ച് നിർമ്മിക്കുന്ന ഓരോ പ്രൊഡക്ട്സും ഒരേ ഗുണനിലവാരം ഉറപ്പാക്കുന്നതാണ്, അല്ലെങ്കിൽ ഉപഭോക്താവിന് ലഭിക്കണം എന്ന് ഉറപ്പാക്കുന്നതാണ് ക്വാളിറ്റി കൺട്രോളറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? മെയിൻറ്റെയിൻ പ്രോഡക്ട്സ്, അതല്ല എന്ന് പറയുന്നത് പ്രോഡക്ട്സ് ഉൽപ്പന്നങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ്. മെയിൻറ്റെയിൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാലും അതല്ല, മെയിൻറ്റെയിൻ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാലും നമുക്ക് അളവല്ല വേണ്ടത്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ് വേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 43, ഇൻസ്പെക്ഷൻ എത്ര തരമാണ് ഉള്ളത്? ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ പൊതുവെ ഇൻസ്പെക്ഷൻ 3 തരത്തിലാണ് നടത്തുന്നത്. 1 പ്രീ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ, 2 ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ, 3 ഫൈനൽ ഇൻസ്പെക്ഷൻ. അതായത്
പ്രീ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഉൽപ്പാദനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള പരിശോധന. അതായത് പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുന്നേ, പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതിന് മുന്നേയുള്ള പരിശോധനയാണ് പ്രീ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈ ഘട്ടത്തിൽ റോ മെറ്റീരിയൽസ്, അതായത് പ്രൊഡക്ട്സിൻ്റെ റോ മെറ്റീരിയൽ, നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിനുള്ള റോ മെറ്റീരിയൽസ്, ഫാബ്രിക്, ട്രിംസ്, ആക്സസറീസ്, പാറ്റേൺ, മാർക്കർ, മെഷീൻ എന്നിവയെല്ലാം പരിശോധിക്കുന്നു. അതുപോലെ തന്നെ ഉൽപ്പാദനം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളും ശരിയായ ഗുണനിലവാരത്തിലാണോ എന്ന് ഉറപ്പാക്കുന്നതും ഇതിൻ്റെ ലക്ഷ്യമാണ്. എക്സാമ്പിൾ, ഫാബ്രിക്കിൻ്റെ നിറം, ബട്ടണുകളുടെ എണ്ണം, പാറ്റേൺ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണോ ഇങ്ങനെ ഇതൊക്കെ നോക്കിയിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് നോക്കാം. ഇനി ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം നടക്കുന്നതിനിടെ, ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഉൽപ്പാദനം നടക്കുന്നതിനിടെ പരിശോധിക്കുന്നതാണ്. ഉൽപ്പാദനം നടക്കുന്നതിന് ഇടയിൽ പരിശോധന നടത്തുന്നതിനെയാണ് ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇതിന് പ്രോസസ് കൺട്രോൾ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇൻ പ്രോസസ് ഇൻസ്പെക്ഷന് നമുക്ക് പ്രോസസ് കൺട്രോൾ എന്നും പറയാം. എക്സാമ്പിൾ അതായത് തയ്യൽ, സ്റ്റിച്ചിങ് സമയത്ത് കട്ടിങ്, അസംബ്ലി, ഫിനിഷിംഗ് തുടങ്ങിയ ഓരോ നിർമ്മാണ ഘട്ടത്തിലും ഉൽപ്പന്നം പരിശോധിച്ചിട്ട് ഡിഫക്റ്റ് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. എക്സാമ്പിൾ, സ്റ്റിച്ചിങ് നേരെയാണോ, സീം അളവ് ശരിയാണോ, കോളർ ശരിയായി ഘടിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും, ഡിഫക്ട്സ് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി തിരുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇനി ഫൈനൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഉൽപ്പന്നം പൂർണ്ണമായും തയ്യാറായതിനു ശേഷമാണ് ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അതായത് പാക്കേജിന് തൊട്ട് മുന്നായിട്ട് എല്ലാ പ്രൊഡക്ഷനും കഴിഞ്ഞതിന് ശേഷം ഓരോ ലോട്ടിൽ നിന്നും ഓരോ സാമ്പിൾ എടുത്ത്, അല്ലെങ്കിൽ ലോട്ടിൽ നിന്നോ സാമ്പിളിൽ നിന്നോ ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച് സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നത്. ഇനി ഈ ഘട്ടത്തിലാണ് ആക്സെപ്റ്റബിൾ ക്വാളിറ്റി ലെവൽ, നമ്മൾ നേരത്തെ പറഞ്ഞ AQL ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് പരിശോധിക്കുന്നത്. ലോട്ട് റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ 3 ഘട്ടങ്ങളാണ് ഉള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 44-ാമത്തെ, ക്വാളിറ്റി പ്രോബ്ലം പരിഹരിക്കുന്നത് ആര്? ക്വാളിറ്റി പ്രോബ്ലം എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാളിറ്റി കൺട്രോളർ അത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു. ഇനി അഥവാ ഒരു പ്രോബ്ലം വന്നാൽ അത് പരിഹരിക്കുന്നത് ആരാണ്? ക്വാളിറ്റി സൂപ്പർവൈസർ. ഒരു ഗാർമെൻറ് ഫാക്ടറിയിൽ ക്വാളിറ്റി വിഭാഗത്തിൽ പല ഉദ്യോഗസ്ഥരുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാളിറ്റി കൺട്രോളറാണ് ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച് ഡിഫക്റ്റ് കണ്ടെത്തുന്ന വ്യക്തി. എന്നാൽ ഒരു പ്രശ്നം വന്നാൽ അത് വീണ്ടും സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ ടീമിനെ നയിക്കുകയും ചെയ്യുന്ന ആളാണ് ആര്? ക്വാളിറ്റി സൂപ്പർവൈസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു തയ്യൽ ലൈനിൽ തുടർച്ചയായിട്ട് സ്ലീവ് ഇപ്പോൾ സ്റ്റിച്ചിങ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഓരോ ലൈൻ ആയിട്ട് ഇങ്ങനെ മെഷീൻസ് ഇട്ടുണ്ടാവും അല്ലേ. അതിൽ ഒരു ലൈനിൽ കംപ്ലീറ്റ് സ്ലീവ്സും തെറ്റായിട്ടാണ് വരുന്നത് എങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ഈ ഡിഫക്റ്റ് കണ്ടെത്തും. എന്നിട്ട് അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് പരിശോധിക്കും. മെഷീൻ്റെ സെറ്റിങ്ങിലാണോ, പാറ്റേണിലാണോ, അല്ലെങ്കിൽ ഓപ്പറേറ്റർ, അതായത് അതിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആളുടെ എക്സ്പീരിയൻസ് കുറവാണോ, അല്ലെങ്കിൽ ഉൽപ്പാദന രീതിയിലാണോ പ്രശ്നം, അതൊക്കെ പരിശോധിച്ചിട്ടത് പരിഹരിക്കുന്നതാണ് ക്വാളിറ്റി സൂപ്പർവൈസറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതൊരു പ്രോബ്ലം കണ്ടാൽ അതിൻ്റെ റീസൺ എന്താണെന്ന് വിശകലനം ചെയ്യുക, ഡിഫക്ട്സ് വീണ്ടും ഉണ്ടാകാതിരിക്കാനായിട്ട് കറക്റ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കുക, ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, അതുപോലെ ക്വാളിറ്റി കൺട്രോളർമാരുടെ അവർ വർക്ക് ചെയ്യുന്നത് കറക്റ്റാണോ നോക്കുക, അങ്ങനെയെല്ലാം നോക്കുന്നതായിട്ട് വരും. ബാക്കിയുള്ള ഓപ്ഷൻസിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ, മെർച്ചൻഡൈസർ, സൂയിങ് ഓപ്പറേറ്റർ അല്ലേ. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോബ്ലംസ് പരിഹരിക്കുന്നതല്ല. അവർ ഉൽപ്പാദനം, അതുപോലെ തന്നെ ഒരു ടൈം കൺട്രോളിങ്, അങ്ങനെ ഉൽപ്പാദന രീതി മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അതൊന്നുമല്ല. സൂയിങ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ടൈലർ, മാനേജർ എന്ന് പറഞ്ഞാൽ മുഴുവൻ വിഭാഗത്തിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന മെയിൻ ആയിട്ടുള്ള ആൾ. അപ്പോൾ അവരുടെ മെയിൻ ജോലിയല്ല ക്വാളിറ്റി പ്രശ്നം പരിഹരിക്കുന്നതെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചോദ്യം 45. എന്താണ് ഡിഫക്ട്സ് പരിശോധിക്കുന്നത് ആര്? അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ഡിഫക്റ്റ് എന്താണ്? ഒരു ഉൽപ്പന്നത്തിന് നിശ്ചയിച്ചിരിക്കുന്ന സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പാലിക്കാതെ വരുമ്പോഴാണ് അതിന് ഡിഫക്റ്റ് ഉണ്ടാകുന്നത്.
എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സ്റ്റിച്ചിങ്, തെറ്റായ സ്റ്റിച്ചിങ്, വളഞ്ഞ സീം അല്ലെങ്കിൽ ബട്ടൺ ഇല്ലാത്തത്, ഹോള്, തുണിയിൽ ഹോള് വരിക, സ്റ്റെയിൻ, കറകൾ വരിക, നിറവ്യത്യാസം വരിക, നൂല് പൊട്ടുന്നത്, തെറ്റായ ലേബല്, അതൊക്കെ ഡിഫക്ട്സ് ആണ്. ഇതൊക്കെ കണ്ടെത്തുകയും അതിനെ രേഖപ്പെടുത്തി ക്വാളിറ്റി കൺട്രോളിൻ്റെ പ്രധാന ലക്ഷ്യം അല്ലേ? ക്വാളിറ്റി കൺട്രോളിൻ്റെ പ്രധാന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മാർക്കറിൻ്റെ ഉദ്ദേശം. മാർക്കറിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? എന്താ മാർക്കർ എന്ന് പറയുന്നത്? മാർക്കർ എന്ന് പറയുന്ന ഒരു വസ്ത്രത്തിൻ്റെ എല്ലാ പാറ്റേൺ പീസസും ഫാബ്രിക്കിൻ്റെ മുകളിൽ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു ലേഔട്ടാണ്. മാർക്കർ എന്ന് പറയുന്നത്. ഈ ലേഔട്ടിനെ നമ്മൾ ബേസ് ചെയ്തിട്ടാണ് ഫാബ്രിക് മുറിക്കുന്നത് അല്ലേ? ഒരു ഫാബ്രിക്കിൻ്റെ മേലെ എല്ലാ പാറ്റേൺ പീസസും കൃത്യമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ലേഔട്ടിനെയാണ് നമ്മൾ മാർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫാബ്രിക് മുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കർ പ്രധാനമായും കട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഒരു ഷർട്ട് നിർമ്മിക്കുമ്പോൾ ഫ്രണ്ട് പീസ്, ബാക്ക് പീസ്, സ്ലീവ്, കോളർ, കഫ്, പോക്കറ്റ് തുടങ്ങിയ ഓരോ പാറ്റേൺസ് വേണം. ഇത്രയും പാറ്റേൺ പീസസ് ഉണ്ടാവില്ലേ? ഇത് ഓരോന്ന് ഫാബ്രിക്കിൻ്റെ മുകളിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? ഏറ്റവും കുറഞ്ഞ തുണി മാത്രം ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ഗാർമെൻറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, ഫാബ്രിക് വേസ്റ്റേജ് ഇല്ലാതെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്ന് തീരുമാനിക്കുന്നതാണ് മാർക്കർ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കർ തയ്യാറാക്കിയ ശേഷം അതനുസരിച്ച് ഫാബ്രിക് മുറിക്കുന്ന പ്രക്രിയയാണ് കട്ടിങ്. അതുകൊണ്ട് മാർക്കറിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? കട്ടിങ് ആണ്. ഫാബ്രിക് വേസ്റ്റേജ് കുറയ്ക്കുക, കട്ടിങ് കൃത്യമാക്കുക, എല്ലാ പാറ്റേൺ പീസസും കറക്റ്റ് ഗ്രെയിൻ ലൈനിൽ വെച്ചിട്ടുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ്റെ ചിലവ് കുറയും, തുണി കുറവായി മതിയാവും. അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 47. മാനിപ്പുലേഷൻ എത്ര തരം? മാനിപ്പുലേഷൻ എത്ര തരമാണ്? 2 തരം. ആദ്യം മാനിപ്പുലേഷൻ എന്ന് നോക്കാം. പാറ്റേൺ മേക്കിങ്ങിൽ ഒരു ബേസിക് പാറ്റേൺ എടുത്ത് അതിൻ്റെ ഫിറ്റിങ്ങോ ഡിസൈനോ മാറ്റുന്നതിനായിട്ട് പാറ്റേണിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. പാറ്റേൺ മാനിപ്പുലേഷൻ പ്രധാനമായിട്ട് 2 രീതിയിലാണുള്ളത്. ഒന്ന് സ്ലാഷ് ആൻഡ് സ്പ്രെഡ് മെത്തേഡും രണ്ടാമത്തേത് പൈവറ്റ് മെത്തേഡും. സ്ലാഷ് ആൻഡ് സ്പ്രെഡ് മെത്തേഡിൽ പാറ്റേൺ ആവശ്യമായ ഭാഗങ്ങളിൽ മുറിച്ച് സ്ലാഷ് ചെയ്ത് പിന്നീട് അത് തുറന്ന് സ്പ്രെഡ് ചെയ്ത് പുതിയ രൂപം നൽകുക. അപ്പോൾ അതിലൂടെ ഇപ്പോൾ നോർമൽ സ്ലീവിനെ നമ്മൾ പഫ് സ്ലീവ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അവിടെ ഫുൾനെസ് ആവശ്യമാണ്, കുറച്ചുകൂടെ തുണി വേണം അല്ലേ പഫ് കൊടുക്കാനായിട്ട്. അപ്പോൾ നോർമൽ സ്ലീവിനെ സ്ലാഷ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് അവിടെ നമ്മൾ സ്പേസ് കൊടുത്ത് അതിലൂടെ ഫ്ലെയർ, ഫുൾനെസ്, ഗ്യാദേഴ്സ്, പ്ലീറ്റ്സ് തുടങ്ങിയ ഡിസൈനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലാഷ് ആൻഡ് സ്പ്രെഡ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് പൈവറ്റ് മെത്തേഡ് എന്താണ്? ഈ രീതിയിൽ പാറ്റേൺ മുറിക്കാതെ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ അടിസ്ഥാനമാക്കിയിട്ട് പാറ്റേണിനെ തിരിച്ച് ഡാർട്ടിൻ്റെ സ്ഥാനം മാറ്റുകയോ അല്ലെങ്കിൽ പുതിയ സ്റ്റൈൽ രൂപപ്പെടുത്തുകയോ ചെയ്യുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇത് ഡാർട്ട് മാനിപ്പുലേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. ഈ 2 രീതികൾ ഉപയോഗിച്ച് ബേസിക് ബോഡീസ് പാറ്റേണിന് നമുക്ക് പ്രിൻസസ് ലൈനോ എംപയർ സ്റ്റൈലോ അല്ലെങ്കിൽ യോഗ് സ്റ്റൈലോ ഗ്യാതേർഡ് സ്റ്റൈലോ അങ്ങനെ പുതിയ നിരവധി ഡിസൈനുകളാക്കി മാറ്റാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ ബോഡീസ് പാറ്റേൺ ആണെന്ന് കരുതി അതിനെ ബസ്റ്റ് ഡാർട്ട് സൈഡ് സീമിൽ നിന്ന് ഷോൾഡറിലേക്ക് മാറ്റണമെങ്കിലോ അപ്പോൾ നമുക്ക് പൈവറ്റ് മെത്തേഡ് ഉപയോഗിക്കാം. ആ പോയിന്റിൽ നിന്ന് തന്നെ ഡാർട്ടിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഡാർട്ടിനെ മാത്രം നമുക്ക് ലൊക്കേഷൻ മാറ്റാനായിട്ട് അല്ലെങ്കിൽ പൊസിഷൻ മാറ്റാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ മാറ്റാനായിട്ട്. അതുപോലെ സ്കേർട്ടിന് കൂടുതൽ ഫ്ലെയർ കൊടുക്കണമെങ്കിൽ സ്ലാഷ് ആൻഡ് സ്പ്രെഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫാബ്രിക്കിൽ ഉപയോഗിക്കുന്ന മാർക്കറിനെ എന്താണ് വിളിക്കുന്നത്? ഫാബ്രിക്കിൽ മാർക്കറിനെയും. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? ഫാബ്രിക്കിൽ ഉപയോഗിക്കുന്ന മാർക്കറിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഫാബ്രിക്കിൽ മാർക്കർ നെയിം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫാബ്രിക് മാർക്കർ. ആൻസർ ഇത്രയേ ഉള്ളൂ, ഫാബ്രിക് മാർക്കർ. അതായത് മാർക്കർ എന്ന് പറയുന്നത് ഗാർമെൻ്റ് എല്ലാ പാറ്റേൺ പീസസും ഏറ്റവും കുറഞ്ഞ ഫാബ്രിക് നഷ്ടത്തിൽ വരാതെ ക്രമീകരിക്കുന്ന ലേ ഔട്ടിനെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഫാബ്രിക് മാർക്കർ എന്ന് പറയുന്നത് ഫാബ്രിക്കിൻ്റെ മുകളിൽ നേരിട്ട് ഉപയോഗിക്കുന്ന മാർക്കർ ലേ ഔട്ട്. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 49. ക്രോച്ച് മുതൽ നീ വരെ പാറ്റേൺ ഗ്രേഡിംഗ് മെത്തേഡ്സ് എത്ര തരം? 49ാമത്തെ ക്വസ്റ്റ്യൻ.
പാറ്റേൺ ഗ്രേഡിംഗ് എത്ര തരം? പാറ്റേൺ ഗ്രേഡിംഗ് എത്ര തരമാണ്? 2 തരം. ഒരു പാറ്റേൺ ഗ്രേഡിംഗ് എന്നത് എന്താണ്? ഒരു ബേസ് പാറ്റേൺ അല്ലെങ്കിൽ സാമ്പിൾ സൈസ് പാറ്റേൺ എടുത്ത് അതിൽ നിന്ന് ചെറുതോ അല്ലെങ്കിൽ വലുതോ ആയിട്ടുള്ള ഡിസൈനുകളെ വലുതോ ആയിട്ടുള്ള സൈസുകളിലേക്ക് പാറ്റേണിനെ മാറ്റുന്ന പ്രക്രിയയാണ് അല്ലേ പാറ്റേൺ ഗ്രേഡിംഗ് എന്ന്. വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലൊരു സൈസ് 38 ഷർട്ടാണ് ഉള്ളതെങ്കിൽ നമുക്കതിനെ 36 കുറയ്ക്കുക അല്ലെങ്കിൽ 40 കൂട്ടുക ചെയ്യാനായിട്ട് പറ്റുന്ന പ്രക്രിയയാണ് പാറ്റേൺ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് 2 രീതിയിലാണുള്ളത്, മാനുവൽ ഗ്രേഡിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് ഗ്രേഡിങ്ങും. മാനുവൽ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ചെയ്യുന്ന രീതി. ഈ രീതിയിൽ പാറ്റേൺ മേക്കർ, സ്കെയില്, അതുപോലെ ഗ്രേഡിംഗ് റൂള്, സെറ്റ് സ്ക്വയർ അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് പാറ്റേൺ പീസസിനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ചെറിയ യൂണിറ്റുകളിലോ അല്ലെങ്കിൽ ബൊട്ടീക്കുകളിലോ ഒക്കെ ചെയ്യുന്ന രീതിയാണ്. പക്ഷെ കമ്പ്യൂട്ടർ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ക്യാഡ് ഗ്രേഡിംഗ്, ഇത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പാറ്റേൺ ഗ്രേഡിംഗ് നടത്താണ്. ഇപ്പോൾ ജെർബർ, ലെക്ട്ര, ഓപ്റ്റിടെക്സ് എന്നൊക്കെ മുതലായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. വലിയ ഗാർമെൻറ്റ് ഫാക്ടറീസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പാറ്റേൺ ഗ്രേഡിങ്ങിൻ്റെ പ്രധാന ഗുണങ്ങൾ ഈ പാറ്റേൺ ഗ്രേഡിങ്ങിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? വിവിധ ബോഡി സൈസിനായി പാറ്റേൺ തയ്യാറാക്കാൻ സഹായിക്കുന്നു, സമയം ലാഭിക്കുന്നു, കൃത്യത കൂട്ടുന്നു, അതുപോലെ മാസ് പ്രൊഡക്ഷൻ എളുപ്പം. ഒരുപാട് പ്രൊഡക്ഷൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. എല്ലാ സൈസുകളിലും ഒരേ ഫിറ്റ് നിലനിർത്താനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ 2 പ്രധാന പാറ്റേൺ ഗ്രേഡിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് മാനുവൽ ഗ്രേഡിങ്ങും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ഗ്രേഡിങ്ങും. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, ക്രോച്ച് മുതൽ നീ വരെയുള്ള ഗാർമെൻറ്റ്. ഓപ്ഷൻസിൽ ക്രോച്ച് മുതൽ നീ വരെയുള്ള ഗാർമെൻറ്റ് ഏതാണ്? ആൻസർ ജമൈക്ക ആണ് വരുന്നത്. ജമൈക്ക എന്ന് പറയുന്നത് അരയിൽ നിന്നും ധരിക്കുന്ന ഒരു ഷോർട്ട് ട്രൗസറാണ്. ഇതിൻ്റെ പ്രത്യേകത ക്രോച്ച് മുതൽ നീ വരെയായിരിക്കും അതിൻ്റെ നീളം ഉണ്ടാവുക. അതായത് മുട്ടിൻ്റെ ഭാഗത്ത് അവസാനിക്കുന്ന ഒരു ഹാഫ് പാൻറ് രീതിയിലുള്ള ഗാർമെൻറ്റാണിത്. കാഷ്വൽ വെയർ, സ്പോർട്സ് വെയർ, സമ്മർ വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബർമുഡാസ് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നില്ലേ? ബർമുഡാസ് സാധാരണയായിട്ട് മുട്ടിന് തൊട്ട് മുകളിലോ അല്ലെങ്കിൽ മുട്ടിന് ജസ്റ്റ് ചുറ്റുമോ അവസാനിക്കുന്ന ഷോർട്ട്സാണ്. പക്ഷെ ജമൈക്ക എന്ന് പറയുന്നത് അതായത് മുട്ടിൻ്റെ ഭാഗത്ത് അവസാനിക്കുന്നൊരു ഹാഫ് പാൻറ് രീതിയിലുള്ളൊരു ഗാർമെൻറ്റാണിത്. പിന്നെ അതായത് ചില ബുക്സുകളിൽ ജമൈക്ക എന്ന് പറയുന്നത് ബർമുഡാസുമായിട്ട് ഒരുപോലെ കണ്ടാൽ ഒരുപോലെ തോന്നുന്ന രീതിയിൽ വരച്ചിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് ബർമുഡ എന്ന് പറയുന്നത് മുട്ടിന് തൊട്ട് മുകളിലോ അല്ലെങ്കിൽ ചുറ്റുമോ ആയിട്ട് ജസ്റ്റ് ആ ഒരു ലൈനിലോ ആയിട്ടാണ് വരുന്നത്. പെഡൽ പുഷർ എന്ന് പറയുന്നത് മുട്ടിന് താഴെയും അല്ലെങ്കിൽ കാൽമുട്ടിന് മുകളിലുമായിട്ടും വരുന്ന സാധാരണയായിട്ട് മിഡ് കാഫ് വരെ എത്തുന്ന ഗാർമെൻറ്റാണ്. ഷോർട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? പലതരം നീളമായിരിക്കും. അതായത് തൈയുടെ മിഡിലിൽ വരെ അല്ലെങ്കിൽ നീയുടെ മുകളിലൊക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ജമൈക്ക എന്ന് പറയുന്നതാണ് നീ ലെങ്ത് എന്ന് പറയുന്നത്. പെഡൽ പുഷർ ബിലോ നീ ആണ്, ഷോർട്ട്സ് എബവ് നീ ആണ്. ബർമുഡാസ് എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ അല്ലെങ്കിൽ നീയുടെ തൊട്ട് മുകളിൽ അല്ലെങ്കിൽ ജസ്റ്റ് അറൗണ്ട് നീ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ സെറ്റ് ഇതാണ്. ഈ വീഡിയോ സീരീസിൻ്റെ 3rd പാർട്ട് വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ 1 മന്ത് ക്ലാസ്, ഫൈനൽ റിവിഷൻ ക്ലാസ് ജൂലൈ 1 അതായത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്പേഴ്സിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക, എന്നിട്ട് അഡ്മിഷൻ എടുക്കാം.